ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു DC കൺവെർട്ടർ നമ്മൾ അഴിച്ച് കാണിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഒരു DC കൺവെർട്ടറിൻ്റെ ഉപയോഗം നമുക്ക് ആദ്യം തന്നെ പറയാം. ഇതിൽ നമ്മളൊരു 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് 220 വോൾട്ട് നമുക്ക് AC വർക്ക് ചെയ്യുന്ന അത്യാവശ്യം SMPS ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനവും വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് വർക്ക് ചെയ്യാത്ത ഉപകരണങ്ങൾ, മോട്ടർ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. നമുക്കിന്നത്തെ ഇലക്ട്രോണിക്സ് പരമായിട്ട്, അതായത് SMPS ബോർഡ്, പവർ സപ്ലൈ ആയിട്ടുള്ളത് വരുന്ന എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അഡാപ്റ്റർ, അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ ചാർജർ, മൊബൈൽ ചാർജർ, അതുപോലെ തന്നെ LED ട്യൂബ് ലൈറ്റുകൾ, LED ബൾബുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിതിനകത്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിനകത്ത് ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉപകരണത്തിന് നമുക്ക് വേണ്ടത് 12 വോൾട്ട് DC സപ്ലൈ ആണ്. ഇപ്പം നമ്മളിവിടെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിൽ BMS ബോർഡ് കണക്ട് ചെയ്ത് ഒരു 12 വോൾട്ടിൻ്റെ ഇതാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ബാറ്ററികളിലും 12 വോൾട്ടിന് മറ്റ് ബാറ്ററികളിലും കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കൺവെർട്ടറിന് ഏകദേശം 550 രൂപ അടുത്താണ് ആയത്. ഇത് നമ്മൾ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷമായി. 4 വർഷമായിട്ടും കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പുറകിൽ ആ ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന ആ ഒരു സോക്കറ്റ് കംപ്ലൈൻ്റ് ആയി പൊട്ടിപ്പോയ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 12 വോൾട്ട് സപ്ലൈ ഇങ്ങനെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ AC തെളിയുന്ന മാല ബൾബ്, അതുപോലെ AC വർക്ക് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും എന്ന് വെച്ചാൽ ഫാന്, നമ്മൾ ആദ്യം പറഞ്ഞ അതുപോലെയുള്ള ഫാന് പോലെയുള്ള ഉപകരണങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും. 100 വാട്ട്സിൽ താഴെയുള്ള ലോഡാണ് കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 100 വാട്ട്സ് ആണ് ഇതിൻ്റെ മാക്സിമം പറയുന്നെങ്കിലും നമ്മളൊരു 60-ന് മേളിലേക്ക് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ പരിചയപ്പെടുന്ന ഉപകരണം അടിച്ചതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു DC കൺവെർട്ടർ നേരത്തെ നമ്മൾ കാണിച്ചെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു ഒറ്റ ബോർഡിൽ തന്നെ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഒരുപാട് വർഷമായിട്ട്, ഇപ്പോൾ നമ്മൾ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്യൂസ് പോലെ ഉണ്ടായിരുന്നു. ആ ഫ്യൂസ് നമ്മൾ മാറ്റിയിട്ട് അതൊരു കമ്പി നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പുറകിലെ സോക്കറ്റ് പോയപ്പോൾ സോക്കറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 മോസ്ഫെറ്റാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു IC ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ മറ്റൊരു ട്രാൻസ്ഫോമറേക്കാളും വ്യത്യാസമുണ്ട്. വളരെ ചെറിയ സൈസുമാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടികളിലൊക്കെ, കാറിലൊക്കെ പിടിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബൈക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വലിയ കാര്യമായിട്ട് വലിയ പവറുള്ള ബാറ്ററി ഒന്നും വേണമെന്നില്ല. 2 ആമ്പിയർ മുതലുള്ള ഇത് മതി. അപ്പോൾ ഈ ഒരു DC കൺവെർട്ടർ എത്രത്തോളം വിജയകരമാണെന്ന് പലരും ചിന്തിച്ചത് മേടിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മേടിക്കാൻ, നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു 50 വാട്ട്സിന് താഴെയുള്ള ലോഡൊന്നും കണക്ട് ചെയ്യുന്ന സമയത്ത് മോസ്ഫെറ്റ് ഒന്നും വലിയതായിട്ട് ചൂടാകുന്നൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്തോളും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൽ ഇപ്പോൾ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റിയിട്ട് നമുക്ക് സാധാരണ ട്രാൻസ്ഫോമർ വെച്ച് നോക്കാം. അതായത് ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോമർ മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് വേറെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു കൺവെർട്ടറിൻ്റെ ബോർഡ് എടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു കൺവെർട്ടർ ബോർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺവെർട്ടർ ബോർഡിൽ 12 വോൾട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 30 വോൾട്ട് ആക്കി എടുക്കുന്ന രീതിയായിരുന്നു ഡോൾ പവർ. ഇതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് വേറെ ഒരു വലിയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ നമുക്കത് 12 വോൾട്ടിൽ നിന്ന് നമുക്ക് 220 വോൾട്ട് AC കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ നമുക്ക് വേറെ ട്രാൻസ്ഫോമറോട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരിക്കും. ആ ഒരു രീതി ചെയ്യുമ്പം എത്രത്തോളം വിജയകരമാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു UPSന് ഉപയോഗിക്കുന്ന 600 VA ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ മാറ്റിയിട്ടേക്കുന്ന കേബിളിൻ്റെ UPSൻ്റെ ചാർജിങ്ങിനും ഇത് ഔട്ട്പുട്ടിലും ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 കേബിളിലേക്കാണ് നമുക്കിനി ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. അതിനകത്ത് റെഡ് വയർ കോമൺ, അതായത് ഇൻവെർട്ടർ, അതുപോലെ UPS, കൺവെർട്ടർ, ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളിലും ഇതിൻ്റെ പോസിറ്റീവിൽ നിന്ന്, ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ തന്നെയാണ് ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ട്രാപ്പിങ്ങിലേക്ക് പോകുന്നത്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ 3 കാലുകളിലുണ്ടാവും. അപ്പോൾ അതിൽ സെൻറ്ററായിട്ട് നടുക്ക് വരുന്ന ഭാഗത്ത് നടുക്കത്തെ കാലിലേക്ക് പോസിറ്റീവും, സൈഡിലെ 2 അപ്പുറത്തേയും ഇപ്പുറത്തേയും 2 കാലിലേക്കാണ് ഇതിൻ്റെ മോസ്ഫെറ്റിൽ നിന്നുള്ള 2 വയറുകൾ കണക്ട് ചെയ്യേണ്ടത്. ചുമപ്പ് വയർ, സെൻറ്റർ ട്രാപ്പിംഗ് വയർ നമ്മൾ ചുമപ്പിലേക്കും, മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്ന ഒരു വയർ, 3 വയറാണ് വരുന്നത്. അതിൽ 3 വയറിൽ 2 എണ്ണം മോസ്ഫെറ്റിൽ നിന്നാണ് വരുന്നത്. മോസ്ഫെറ്റിൽ നിന്ന് വരുന്ന 2 വയറിൽ ഒരു വയർ നമ്മൾ 2 വയറും ഈ ട്രാൻസ്ഫോമറിൻ്റെ 2 സൈഡിലെ എൻഡ് ഭാഗത്ത് വരുന്ന അപ്പുറത്തെയും ഇപ്പുറത്തെയും 2 സൈഡിലെ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 12 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയ ലിഥിയം അയൺ ബാറ്ററിയുടെ ഉപയോഗിച്ചുള്ള ഇതാണ്. അപ്പം ഇതുപോലുള്ള ലിഥിയം അയൺ ബാറ്ററി നമുക്ക് 3 ഉപയോഗിച്ച് അതിനകത്ത് BMS ബോർഡൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ബാറ്ററി പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ
തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് BMS ബോർഡ് ഉപയോഗിച്ച് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്, ഫേസ്ബുക്ക് ലിങ്ക്, അങ്ങനെ എല്ലാ ലിങ്കും നമ്മൾ ഈ ഒരു ചാനലിൻ്റെ എബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നമുക്ക് ഒരു ടൈപ്പ് ചെയ്ത് അയക്കൽ വളരെ പാടായതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്കാണ് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പം നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ ഇതിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു നമ്മൾ ആദ്യമേ കണക്ട് ചെയ്ത ആ ഒരു മാല ബൾബ് തന്നെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയ സാധനങ്ങളെ കണക്ട് ചെയ്യാം. നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു DC കൺവെർട്ടറിൽ അതിൻ്റെ ഔട്ട്പുട്ട് റെക്ടിഫയർ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ ട്രാൻസ്ഫോമറിൻ്റെ കോയിലിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വോൾട്ട് കൂടുതലാണ്. അപ്പം ഈ ഒരു വോൾട്ടിൽ നമ്മൾ ട്രാൻസ്ഫോമറെ കണക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെറിയ ഉപകരണങ്ങളെ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമ്പം ഇതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് മാത്രം കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെയുള്ള കൺവെർട്ടറിൻ്റെ ബോർഡിൽ നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്കിങ്ങനെ വർക്ക് ചെയ്യിക്കാം. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കൺവെർട്ടർ ബോർഡിൽ നമ്മളിങ്ങനെ ട്രാൻസ്ഫോമറൊക്കെ ചേഞ്ച് ചെയ്തുപോലെ ഇത് വലിയ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ട് വളരെയധികം കൂടുതലായിരിക്കും. പല കേസിലും പല വ്യത്യസ്തമായ വോൾട്ടായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് ഒരു 220 വോൾട്ടിനൊക്കെ അടുത്തുള്ളതും അതിന് താഴെയുള്ള വോൾട്ടിൽ മാത്രമാണ് നമ്മൾ എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്യുള്ളൂ. എല്ലാ ഉപകരണം നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ട് കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇവിടെ ഔട്ട്പുട്ടിൽ വേറെ ലോഡ് കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു ചെറിയ ബാറ്ററി നമുക്ക് ഇതുപോലുള്ള ചെറിയ ലോഡൊക്കെയുള്ള ലൈറ്റുകൾ തെളിക്കാമെന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൽ വലിയ ലോഡുള്ള ലൈറ്റുകളൊന്നും തെളിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പരീക്ഷണം എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സോൾഡിങ്ങിനൊക്കെ വർക്ക് ചെയ്യാറുള്ള സമയത്ത് നമുക്ക് ബാറ്ററി എന്ന് സോൾഡിങ്ങിനൊക്കെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ച അതുപോലത്തെ ഒരു DC കൺവെർട്ടർ അത് 100 വാട്ട്സിൻ്റെയും 200 വാട്ട്സിൻ്റെയൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലത്തെ ഒരു കൺവെർട്ടർ ഉപയോഗിക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും സേഫ്. അപ്പം ആ ഒരു കൺവെർട്ടറിൽ നമുക്ക് എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമായിരുന്നു പ്രശ്നം. ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ മൈനസ് എന്ന് പറയാൻ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ട് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹൈ വോൾട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളിതിൽ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആകും. അതുപോലെ തന്നെ വലിയ ലോഡ് കൂടിയ ഉപകരണങ്ങളൊന്നും കണക്ട് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ 5 വയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ വോൾട്ടുകൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു രീതിയിൽ കാണിച്ചു തന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഐഡിയ പ്രകാരം നിങ്ങൾക്കിപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആ രീതിയിൽ മാത്രമാണ് നമ്മളിത്, അല്ലാണ്ട് ഇത് സ്ഥിരമായിട്ട് നമുക്കൊരു വലിയ പ്രോജക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മളപ്പം. ഇനിയും നമ്മളിങ്ങനെ പരിചയപ്പെടുന്ന എല്ലാ ഉപകരണവും അതിൻ്റെ ഉള്ളിലെ ഭാഗം കൂടി നമ്മൾ അഴിച്ച് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല കിടിലൻ വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ.